പരിശുദ്ധ അമ്മയുടെ ഈ പ്രത്യക്ഷീകരണം നടന്ന ഈ ആൾത്താരയിൽ നിൽക്കുവാൻ ഞങ്ങൾക്ക് ഇടവരുത്തിയ പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം പറയുന്നു. മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവന് എൻ്റെ സ്വർഗസ്വനായ പിതാവിൻ്റെ മുമ്പിൽ ഞാനും ഏറ്റുപറയും എന്ന് പറഞ്ഞ ഈശോയോട് ചേർന്ന് നിന്നുകൊണ്ട് 10 കുഷ്ഠരോഗികൾ സുഖം പ്രാപിച്ചിട്ട് ഒരാൾ വന്ന് സാക്ഷ്യം പറഞ്ഞപ്പോൾ ഈശോ ചോദിച്ചു മറ്റു 9 പേര് എവിടെയെന്ന്. അപ്പോൾ അമ്മയുടെ സന്നിധിയിൽ നിന്ന് കിട്ടിയ അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാതെ പോകുന്നത് തന്നെയാണ് ഏറ്റവും വലിയ തിന്മ. അതുകൊണ്ട് ഞങ്ങളുടെ സാക്ഷ്യം പറയുന്നു. 2022 ഡിസംബർ മാസമാണ് ഞാനിവിടെ ഒന്ന് സാക്ഷ്യം എടുത്തത്. സാക്ഷ്യം പറയാനായിട്ട് ഇവിടെ ഉടമ്പടി എടുക്കാൻ വരാൻ സാഹചര്യം ഉണ്ടായത് തന്നെ അമ്മയൊരു സ്വപ്നത്തിലൂടെ അമ്മയുടെ അടുത്ത് ചെല്ലുന്നതായിട്ട് എന്നെ കാണിച്ചു തന്നു. ഞാൻ പാലായിൽ നിന്നാണ് വരുന്നത്. എൻ്റെ പേര് ലീലമ്മ റോയി. അപ്പോൾ ഞങ്ങളുടെ പാലായിൽ തന്നെ നിത്യസഹായ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട്. അവിടെ നൊവേനയ്ക്കൊക്കെ പോകുമ്പോൾ എപ്പോഴും അമ്മയായിട്ട് നല്ലൊരു ബന്ധം തന്നെ എൻ്റെ ജീവിതത്തിലുണ്ട്. ഉറക്കത്തിലൊക്കെ അമ്മയെ കാണാനും അമ്മ ജപമാല കയ്യിൽ തരുന്ന അനുഭവമൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. എനിക്ക് കൃപാസനത്തോട് നല്ല വിശ്വാസമൊക്കെ ഉണ്ട്. എങ്കിലും അമ്മ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞാനൊരിക്കലും ഇവിടെ വരാനായിട്ട് അങ്ങനെ ശ്രദ്ധിച്ചില്ല. പക്ഷേ അച്ഛൻ്റെ ടോക്ക് കേൾക്കുമ്പോൾ എപ്പോഴും ഇരുന്ന് അതൊക്കെ കേൾക്കും. പിന്നെ പത്രം ആരെങ്കിലും തന്നാൽ ഒരെണ്ണം കൂടെ കൂടുതൽ മേടിച്ച് ആർക്കെങ്കിലും കൃപാസനത്തെക്കുറിച്ച് പറഞ്ഞ് നേരത്തെ തന്നെ കൊടുക്കുമായിരുന്നു. പക്ഷേ ഇവിടെ വന്ന് ഈ സ്വപ്നത്തിൽ അമ്മയെ കാണാനിടയായത് ഒരു 40 വർഷം മുമ്പ് ഉണ്ടായിരുന്ന കുറച്ച് സ്ഥലത്തിൻ്റെ ഇടപാടുണ്ടായിരുന്നു. അത് പട്ടയമില്ലാതെ കിടക്കുന്ന സ്ഥലമായിരുന്നു, മലബാറിലായിരുന്നു. അത് അച്ചാച്ചനുണ്ടായിരുന്ന കാലത്ത് 40 വർഷത്തോളം ഞങ്ങളുടെ കയ്യിലായിരുന്നു. ആധാരം ഉണ്ടായിരുന്ന സ്ഥലം വിറ്റു, ബാക്കി സ്ഥലം ആധാരമില്ലായിരുന്നുകൊണ്ട് അങ്ങനെ കിടന്നു. സഹോദരന്മാരൊക്കെ ഇളയതായതുകൊണ്ട് ആരും അന്വേഷിക്കാനൊന്നും പോയില്ല. അപ്പോൾ അവിടെയുള്ളവർ പറഞ്ഞു, കോറിക്കാർ സ്ഥലം എടുക്കുന്നുണ്ട്, നിങ്ങൾ വരുന്നില്ലെന്ന്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ എനിക്ക് സ്വപ്നത്തിൽ ഞാൻ ഈ സ്ഥലത്തേക്ക് മലബാറിലേക്ക് ഞങ്ങളെല്ലാവരും കൂടെ സഹോദരങ്ങൾ പോവുക. അപ്പം ഞാൻ ഒരു കെട്ടിടത്തിലേക്ക് ഓടിച്ചെല്ലുന്നു. അവിടെ അമ്മയുടെ അടുത്തോട്ടാണ് ഓടിച്ചെല്ലുന്നത്. അന്നേരം അമ്മയോട് ഞാൻ പറഞ്ഞു, ഞാൻ ശരിക്കും പറഞ്ഞാൽ സഹോദരങ്ങളോട് നിങ്ങളിവിടെ നിൽക്കുക, ഞാൻ പോയി അമ്മച്ചി ഒന്ന് കണ്ടിട്ട് വരട്ടെന്ന് വേണ്ട ഓടിപ്പോകുന്നത്. അതായിരുന്നു എൻ്റെ മനസ്സിലെ ഫീല്. ഞാൻ പോകുന്ന യാത്ര പറയാൻ ചെല്ലുന്നു മാതാവിൻ്റെ അടുത്ത്. ഞാൻ പറഞ്ഞു, അമ്മേ ഞങ്ങൾ സ്ഥലത്തിൻ്റെന് പോവുക, യാതൊരു രേഖയില്ല, അമ്മ അത് ഇടപെടണമെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാതാവിൻ്റെ മുഖത്തോട്ട് നോക്കുമ്പോൾ നല്ല ഉയരത്തിൽ നല്ല സൗന്ദര്യവതിയായ അമ്മയെ കണ്ട് ഞാൻ ഇങ്ങനെ അന്തം വിട്ടു നിന്നിട്ട് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ എനിക്ക് ജനലിൽ കൂടി ഇങ്ങനെ ടാറ്റ തരുമോ. അപ്പോൾ ഞാൻ പറഞ്ഞു, തീർച്ചയായിട്ടും ഈ സ്ഥലത്തിൻ്റെ കാര്യം നടക്കും. അതായത് ഒരു 10-40 അച്ചാച്ചൻ മരിച്ചിട്ട് 10 വർഷമായി. അതിനുശേഷം ആരും അങ്ങോട്ട് പോകാറില്ല, ആർക്കും അത് കിട്ടുമെന്ന് പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അതിൻ്റെ ഞാൻ 1ാമത്തെ ഉടമ്പടി വെച്ച ആ കാര്യമായിരുന്നു. പക്ഷേ അതിൻ്റെ പേപ്പർ ഭാഗമൊക്കെ ശരിയായിക്കൊണ്ടിരിക്കുന്നു. 2ാമത്തെ ഉടമ്പടിയിൽ എൻ്റെ ജീവിത പങ്കാളിയുടെ വെരിക്കോസിൻ്റെയാണ് വെച്ചത്. അത് പരിപൂർണമായിട്ട് സൗഖ്യമായിട്ട് ആയി. പിന്നെ ഈ മോളുടെ പഠനകാര്യം വെച്ചു. അവൾ 10ാം ക്ലാസ്സിൽ ഫുൾ A+ഓടുകൂടി പാസ്സായി. അപ്പോൾ അമ്മയ്ക്ക് സാക്ഷ്യം പറയാനാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇനി ഈ മാസം 23-ാം തീയതി ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ വരാനും പറ്റത്തില്ലല്ലോ. അതുകൊണ്ട് അമ്മയ്ക്ക് സാക്ഷ്യത്തിനായിട്ട് ഇവളെയും കൂട്ടിപ്പോകുന്നു. പിന്നെ വെച്ചത് എൻ്റെ തൈറോയിഡിൻ്റെ, ഞാനൊരു 10 വർഷമായിട്ട് തൈറോയിഡിന് ഗുളിക കഴിച്ചുകൊണ്ടിരുന്നതാണ്. കഴിഞ്ഞ ഒരു മാസം മുമ്പ് അത് നോക്കുമ്പോൾ തൈറോയിഡ് നോർമലാണ്. അങ്ങനെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുണ്ട്. ഉടമ്പടി എടുത്തിട്ട് ഞാൻ വീട്ടിൽ ചെന്നിട്ട് ഇങ്ങനെ കണ്ണടച്ച് ഇങ്ങനെ ഇരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ ഡയറിയും ബൈബിളും എല്ലാം എൻ്റെ കയ്യിലുണ്ട്. ഇരുന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേക്കും കാണുന്നത് അമ്മയൊരു പീഠത്തിൽ നിന്ന് ഇങ്ങനെ വീടിനകത്തേക്ക് ഇങ്ങനെ ഇറങ്ങി വരുന്ന ഒരനുഭവം. അങ്ങനെ ഒത്തിരി നല്ല അനുഭവങ്ങൾ തന്നുകൊണ്ട് അമ്മ ഞങ്ങളുടെ കുടുംബത്തെ നയിക്കുന്നതിനെ ഓർത്തുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും നന്ദി പറയുന്നു. ഇനി മോളുടെ കാര്യം അവൾ പറഞ്ഞോളൂ. എൻ്റെ പേര് ജെമ്മ റോയി. ഞാനിപ്പോൾ 10th കഴിഞ്ഞു. എനിക്ക് ഈ വർഷം 10ൽ ഓണപരീക്ഷയ്ക്കും ക്രിസ്മസ് പരീക്ഷയ്ക്കും മാർക്ക് അത്യാവശ്യം ഫുൾ A+ കിട്ടാൻ മാത്രമൊന്നും ഇല്ലായിരുന്നു. എനിക്ക് ഓണപരീക്ഷ എളുപ്പമായിരുന്നു, പക്ഷേ ക്രിസ്മസ് പരീക്ഷയ്ക്ക് മാർക്ക് നല്ലോണം കുറവായിരുന്നു. അങ്ങനെ മോഡൽ കഴിഞ്ഞു. ഈ SLC പരീക്ഷ ആയപ്പോഴത്തേക്കിനും പരീക്ഷ എടുക്കുന്തോറും ഞാൻ പഠിച്ചിട്ടുണ്ട്, പക്ഷെ പരീക്ഷ ആകുന്ന ആ ദിവസം ആകുമ്പോഴത്തേനും എനിക്ക് നല്ല ടെൻഷനുണ്ട്. കാരണം പഠിച്ചതാണോ വരുന്നത്, നല്ല പേടിയുണ്ട്. പക്ഷേ എനിക്ക് എപ്പോൾ പേടി വന്നാലും എൻ്റെ കൊന്തയിൽ മാതാവിൻ്റെ ഇവിടുത്തെ ഉടമ്പടി കാശുരൂപം പിൻ ചെയ്ത് തന്നിരുന്നു അമ്മ. അപ്പോൾ ആ കാശുരൂപത്തെ നോക്കി ഞാൻ മാതാവിനോട് പ്രാർത്ഥിക്കുമായിരുന്നു, മാതാവെ എനിക്ക് ഈ പരീക്ഷ എളുപ്പമാക്കി തരണം,
അങ്ങനെ ഓരോ പരീക്ഷ എഴുതുന്നതിന് മുന്നേ ഈ കാശ് രൂപം നോക്കി പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ ക്വസ്റ്റ്യൻ പേപ്പർ പോലും വായിക്കുന്നത്. അങ്ങനെ എനിക്ക് ഓരോ പരീക്ഷയ്ക്കും എനിക്ക് നല്ല എളുപ്പത്തിൽ പരീക്ഷ എഴുതാനായിട്ട് സാധിച്ചു. അതിന് മാതാവിന് ഒരായിരം നന്ദി. പിന്നെ എനിക്ക് ഈ ദിവികാരുണ്യത്തിൽ ആരാധിക്കുമ്പോൾ എനിക്കങ്ങനെ കൂടുതൽ അനുഭവങ്ങൾ അല്ല, അങ്ങനെ മാതാവിനെ കാണുന്നു, ഈശോയെ കാണുന്നു, എനിക്കങ്ങനെ അനുഭവിക്കാനൊന്നും പറ്റിയിട്ടില്ലായിരുന്നു. പക്ഷേ ഈ ഉടമ്പടി എടുത്ത് ഞങ്ങൾ പാലായിൽ അൽഫോൺസ കോളേജ് എന്ന് പറഞ്ഞൊരു കോളേജുണ്ട്. അവിടെ എല്ലാ ശനിയാഴ്ചകളിലും 1000 മണി ജപമാല നടക്കുമായിരുന്നു. ഒരു വലിയ ജപമാല ചൊല്ലുന്നവരെല്ലാവരും വട്ടത്തിലിരുന്ന് ആ ജപമാല കൈ പിടിച്ചുകൊണ്ടാണ് ചൊല്ലുന്നത്. 1000 മണി ജപമാല രാവിലെ 11:30 തൊട്ട് 4 മണി വരെ. ആ ജപമാല ചെല്ലുമ്പം ദിവികാരനെ എഴുന്നള്ളിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ നോക്കുമ്പം മാതാവിൻ്റെ മുഖം ഈ ദിവികാരണത്തിൽ ഇങ്ങനെ തെളിഞ്ഞു വന്നു. ഞാൻ അമ്മേനെ കാണിച്ചപ്പോൾ അമ്മയ്ക്ക് കാണാൻ പറ്റുന്നില്ല. ഞാൻ നോക്കുമ്പം മാതാവിൻ്റെ മുഖം ശരിക്കും ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് അങ്ങനെ ഒരു അനുഭവം ഉണ്ടാകുന്നത്. പിന്നെ ഞാൻ നോക്കിയിരുന്നപ്പം മാതാവ് എന്നെ നോക്കി ചിരിക്കുന്ന കണ്ടു. അപ്പം ഞാനൊന്ന് ചിരിച്ചു. പിന്നെ ആ പുഞ്ചിരി മുഖത്ത് വെച്ചുകൊണ്ട് തന്നെയാണ് ഞാൻ ആ ജപമാല ഫുള്ള് ചൊല്ലിയത്. അങ്ങനെ കുറേ തവണ എനിക്കങ്ങനെ ഉണ്ടായിട്ടുണ്ട്. അത് മാതാവിൻ്റെ ഒരു അനുഗ്രഹമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇവിടുന്ന് കൊണ്ടുവരുന്ന തൈലം തേച്ചാണ് ഞങ്ങൾക്ക് തൈറോയിഡിനും വെരിക്കോസിനും ഒക്കെ സൗഖ്യം കിട്ടിയത്. പിന്നെ എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പത്രം എല്ലാ പ്രാവശ്യം വരുമ്പോൾ മേടിച്ച് എല്ലാവർക്കും കൊടുക്കും. അത് കൊടുക്കുമ്പോൾ ഞാൻ അച്ഛനിവിടെ പറയുന്നത് കേട്ടിട്ടുണ്ട്, വെറുതെ കൊണ്ട് ഓരോരുത്തരും വെക്കരുതെന്ന്. അവിടേക്ക് ഓരോ പള്ളികളിലൊക്കെ ഓരോരുത്തർ കൊണ്ടുപോയി വെക്കും. പക്ഷേ ഞാൻ ഒരു പത്രം പോലും കയ്യിലല്ലാതെ കൊടുത്തിട്ടില്ല. ഞാൻ ചോദിക്കും, കൃപാസനത്തിൽ പോയിട്ടുണ്ടോ എന്ന് ചോദിക്കും. ഇല്ലെന്ന് പറയുന്നവരോട് ചോദിക്കും, എന്നെ പോകാൻ പ്ലാനില്ലെന്ന് ചോദിക്കും. അങ്ങനെ ഇപ്പോൾ പോകുന്നു. അന്നേരം ഞാൻ ഇവിടെ നടന്ന അത്ഭുതങ്ങളെക്കുറിച്ച് പറഞ്ഞിട്ടാണ് പത്രം കൊടുക്കുന്നത്. ഒന്ന് പോകാൻ പറ്റുമെങ്കിൽ എത്ര എളുപ്പം ഒന്ന് പോകണമെന്ന് പറഞ്ഞ് പത്രം കൊടുക്കും. അങ്ങനെ അടുത്ത കണ്ടുമുട്ടുന്നവരോടെല്ലാം അമ്മയെക്കുറിച്ച് പറയും. എൻ്റെ വീടിനടുത്തുള്ള ഒരു സഹോദരി പണിക്കൊക്കെ പോകുന്നതാണ്. അത് പോയിട്ട് വരും. ഒരു ദിവസം വന്നിട്ട് പറഞ്ഞു, ചേച്ചി എനിക്ക് തൊണ്ടയിൽ ഒരു 6-7 മുഴയുണ്ടെന്നാക്കി സ്കാനിങ്, മാല പോലെയാണ് മുഴ. അപ്പോഴത്തേന് ഇവളുടെ കണ്ടപ്പോൾ എപ്പോഴും എൻ്റെ അടുത്ത് വരുന്ന വെച്ചാൽ. അന്നേരം ഞാൻ പറഞ്ഞു, കയറി വാന്ന് പറഞ്ഞിട്ട് വിളിച്ച് രൂപത്തിൻ്റെ അടുത്ത് തിരി കത്തിച്ച് അമ്മയുടെ തൈലം എടുത്ത് ഞങ്ങൾ തേച്ച് പ്രാർത്ഥിച്ച് ഞങ്ങൾ രണ്ടുപേരും കൂടെ പ്രാർത്ഥിച്ചിട്ട് പിന്നീട് അവൾക്ക് അതിന് പൈസയൊന്നുമില്ലെന്ന് പറഞ്ഞ് ഞാനത് പലരോടായിട്ട് ഞങ്ങളും എല്ലാവരും കൂടെ ഇട്ട് ഒത്തിരി പൈസയുടെ ചിലവ് വന്നായിരുന്നു. സ്കാനിങ്ങും ഓപ്പറേഷനും ഒക്കെ ആയിട്ട്. അവളുടെ ക്യാൻസറാണെന്നായിരുന്നു ഡോക്ടർമാരുടെ നിശ്ചയം. ഒത്തിരി ആയിപ്പോയായിരുന്നു. പക്ഷേ ഈ തൈലം തേച്ച് പ്രാർത്ഥിച്ച ശേഷം അവൾക്കത് കുറവാണ്. പിന്നെ ക്യാൻസറിൻ്റെ ഒന്നുമില്ല. ഇപ്പോൾ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് വീണ്ടും പണിക്കൊക്കെ പോകാൻ തുടങ്ങി. അതിന് അമ്മയ്ക്ക് നന്ദി പറയുന്നു. അങ്ങനെ പലർക്കും അസുഖമെന്ന് പറയുമ്പോൾ ഈ തൈലം തേച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കാറുണ്ട്. ഈ തൈലവും അമ്മയുടെ ഇവിടുന്ന് കൊണ്ടുവന്ന ഉപ്പും, ഞങ്ങൾ ആ സ്ഥലത്തിൻ്റെ കാര്യം പറഞ്ഞു കൊടുത്താണേലും ഈ ഉപ്പ് കൊണ്ട് അവിടെ തൂളി അവിടെ ചെന്നിട്ട് ആർക്കും ഒരു എതിരുന്നില്ല. ഇത് ഗവൺമെൻറ് ഈ സ്ഥലം ഏറ്റെടുത്തു എന്നൊക്കെ എല്ലാവരും പറഞ്ഞെങ്കിലും ഇപ്പോൾ അത് ഞങ്ങളുടെ കുറച്ച് പേപ്പർ ഭാഗം കൂടെ ശരിയാവാനുള്ളൂ. അതിനുശേഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയും. അമ്മയ്ക്കും തിരുക്കുമാരനും 1000 നന്ദി. വിശുദ്ധ ഗ്രന്ഥത്തിൽ മലാക്കി പ്രവാചകൻ്റെ പുസ്തകത്തിൽ ഇപ്രകാരം നാം തിരുവചനങ്ങൾ വായിക്കുന്നുണ്ട്. അനുഗ്രഹീതർ എന്ന് ജനതകൾ നിങ്ങളെ വിളിക്കും, നിങ്ങളുടെ ദേശം ആനന്ദത്തിൻ്റെ ദേശമാകും. ഉടമ്പടി എടുക്കുന്നതിലൂടെ തൻ്റെ കുടുംബത്തിലേക്ക് ചൊരിഞ്ഞ കൃപകൾക്ക് ഈ മക്കൾ നന്ദി പറയുമ്പോൾ ഇവിടെ പ്രത്യേകമായിട്ട് പറഞ്ഞു, എത്രയോ വർഷങ്ങളൊക്കെ ആയിട്ടുള്ള രോഗത്തിൽ നിന്നൊക്കെയുള്ള സൗഖ്യം. അതുപോലെ അമ്മ വന്ന് സ്വപ്നത്തിൽ അമ്മ ഈ മകൾക്ക് അമ്മയുടെ ദർശനം കൊടുക്കുന്നു. അങ്ങനെയാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാനൊക്കെ കാരണമായത്. പിന്നീട് തങ്ങൾക്ക് ഒരിക്കലും നടക്കില്ല എന്ന് കരുതിയിരുന്ന വർഷങ്ങളായിട്ടുള്ള സ്ഥലത്തിൻ്റെ കാര്യമൊക്കെ പിന്നീട് എങ്ങനെയാണ് ഇപ്പോഴതിൻ്റെ പേപ്പർ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അതുപോലെ ഈ മകളുടെ കാര്യം, ഈ മകൾക്കും ദിവ്യകാരുണ്യത്തിൽ പരിശുദ്ധ അമ്മയെ കാണുന്നതിന് സാധിച്ചു. ദിവ്യകാരുണ്യ ആരാധനയുടെ സമയത്ത് എത്രയോ ഉടമ്പടി ധ്യാനങ്ങളിലാണ് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങൾ നാം കൂടുമ്പോൾ ഓൺലൈൻ വഴി പഴയ ധ്യാനങ്ങളൊക്കെ യൂട്യൂബിലൂടെ നാം അതിൽ പങ്കെടുക്കുമ്പോഴും എത്രയോ പേർക്കാണ് സൗഖ്യം കിട്ടുക. അമ്മ ആദ്യത്തെ സക്രാരിയാണ്, ഈശോയെ വഹിച്ചുകൊണ്ട് നടന്ന സക്രാരി. അപ്പോൾ അമ്മ
ഈശോയുടെ അടുത്ത് എപ്പോഴുമുണ്ട് ദിവ്യകാരുണ്യ ആരാധനയിൽ. അതുകൊണ്ടാണ് നമുക്ക് അമ്മയുടെ സാന്നിധ്യവും നമുക്കുണ്ടാവുക. അമ്മയും ഈശോയും നമ്മുടെ ജീവിതത്തിൽ എത്രയോ കരുതലോടെ സ്നേഹത്തോടെ നമ്മെ തൊട്ട് നിൽക്കുന്നു. നമുക്ക് ഓരോ ദിവ്യകാരുണ്യ ആരാധനയും ഒരു അനുഭവമാക്കി മാറ്റുവാൻ നമുക്കും കഴിയട്ടെ. മാതാവ് ചിരിച്ചു, അമ്മയുടെ സുഗന്ധാഭിഷേകം ഉണ്ടാകുന്നു, ഇങ്ങനെയൊക്കെ ഓരോ അനുഭവ സാക്ഷ്യങ്ങളും പറയുമ്പോൾ നമുക്കും ഇത് സ്വന്തമാക്കുവാൻ, ഈശോയോട് ചേർന്നുള്ള ഒരു ജീവിതം നയിക്കാനും, അനുഗ്രഹീതർ എന്ന ജനതകൾ നിങ്ങളെ വിളിക്കുമെന്ന് തിരുവചനം പറയുന്നത് പോലെ നമ്മുടെ ഭവനം അനുഗ്രഹത്തിൻ്റെ ഒരു ഭവനമാകുവാനും ഉടമ്പടി ഇടവരുത്തട്ടെ. കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.